ഇന്നലെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. രേണുസുതി ഉണ്ടെങ്കിൽ പിന്നെ ആശുപത്രിയിലായെന്നുള്ള രീതിയിലായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ തിരിച്ചു വന്നെന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ രേണുവിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായുള്ള കമൻസും കാര്യങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ രേണുവിന് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സഹതാപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനിയൊരു കുഴപ്പം വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചുവിനെതിരെ എപ്പോഴാണോ സംസാരിച്ച് തുടങ്ങി അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതാണ് പിന്നെയും പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഇത് കണക്ക് തനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലൊക്കെ പോയി മെൻ്റലി ഭയങ്കര സ്ട്രെസ് ആവുകയും അതിനെ തുടർന്നാണ് ഇത് കണക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സ്റ്റേജ് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ശരി, നേരത്തെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നതായിരുന്നു. അവരുണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് ഇവർ കള്ളമാണ് പറയുന്നത്, അവർക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഇവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ വെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മാക്സിമം ഉണ്ടെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് മെച്ചം. അതല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെയും കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വരാൻ പറ്റാനുള്ള സാധ്യത ഭയങ്കര അധികം കൂടുതൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്ത് ആയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോഴത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ് ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.